gift of Christmas bring you and your family hope, happiness and love. Merry Christmas and Happy New Year. സർവ്വജനത്തിനും സന്തോഷം നൽകുന്ന ഒരു രഹസ്യമാണ് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്നത്. മനുഷ്യന് ആശ്വാസമേകാൻ മനുഷ്യനോടൊപ്പം നിൽക്കുന്ന ദൈവം. ദിശാബോധവും നഷ്ടമാക്കാതെ നക്ഷത്രം കാണിച്ചു തരുന്ന പുതിയ വഴിയിലൂടെ സഞ്ചരിച്ച് ആത്മാർപ്പണത്തിൻ്റെ പൊന്നും മീറയും കുന്തിരിക്കവും ദിവ്യ ശിശുവിന് നമുക്കും കാഴ്ചവയ്ക്കാം. ഏവർക്കും ഉണ്ണി യേശുവിൻ്റെ പിറന്നാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നക്ഷത്രങ്ങൾ മാനത്ത് വിരിയുന്ന ഈ ക്രിസ്മസ് വേളയിൽ എൻ്റെ കുഞ്ഞുമക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. What fun it is to ride and sing a sleighing song to. എല്ലാവർക്കും സമാധാനം. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ഗോൾവിൻ. എന്താണ് ക്രിസ്മസ്? ഭൂമിയിൽ ഉണ്ണിയേശു ജനിച്ചതിന്റെ ആഘോഷമാണ് ക്രിസ്മസ്. അതുപോലെ നമ്മുടെ ഹൃദയത്തിലും ജനിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ്. മഞ്ഞ് പെയ്ത രാത്രിയിൽ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജോസഫിന്റെയും മറിയത്തിന്റെയും മകനായാണ് ഉണ്ണിയേശു ജനിച്ചത്. എളിയവരും പാവപ്പെട്ടവരുമായാണ് ഉണ്ണിയേശു ജനിച്ചത്. എല്ലാ വർഷവും ഡിസംബർ 25 നാം ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നു. പുൽക്കൂട്, നക്ഷത്രങ്ങൾ, കേക്ക്, സാന്റ ഇവയെല്ലാം കുട്ടികളായ നമ്മൾക്ക് ഒരുപാട് സന്തോഷം തരുന്നു. ക്രിസ്മസിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. മാറ്റത്തിന്റെ തിരുനാൾ മാറ നമ്മൾക്ക് ഓരോരുത്തർക്കും. സന്തോഷവും ദുഃഖവും നിറഞ്ഞ ഈ അവസരത്തിൽ നന്മയുടെ വെളിച്ചമായി ഉണ്ണിയേശു പിറക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. രാജാവെഴുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു. മരുവിയൊരുക്കി മാലാഖമാർ, പുൽമിത്ത വിരിച്ചു ഇടയന്മാർ.
തഴുകും കുഞ്ഞിക്കാറ്റും മിന്നി മിന്നി തിളങ്ങും താരങ്ങളും തെന്നി തെന്നി തഴുകും കുഞ്ഞിക്കാറ്റും ആർത്തുപാടും നീ പുണ്യരാവിൽ പുൽക്കൂട്ടിലുണ്ണി പിറന്നു ആർത്തുപാടും നീ പുണ്യരാവിൽ പുൽക്കൂട്ടിലുണ്ണി പിറന്നു ആടാം പാടാം നൃത്തമാടാം പുൽക്കൂട്ടിൽ പോകാം ഉണ്ണിയെ കണ്ടിടാം ആടാം പാടാം നൃത്തമാടാം പുൽക്കൂട്ടിൽ പോകാം ഉണ്ണിയെ കണ്ടിടാം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ക്രിസ്മസിനെ കുറിച്ച് കുറച്ച് ചിന്തകൾ പങ്കുവെച്ചുകൊള്ളട്ടെ. ദൈവദൂതൻ ആട്ടിടയന്മാരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മാനവമോചനത്തിനും സമ്പൂർണ്ണ സമാധാനത്തിനുമായി ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. സകല മനുഷ്യർക്കും പ്രത്യാശയേറ്റുകൊണ്ട് മനുഷ്യാവതാരം ചെയ്ത രക്ഷകന്റെ തിരുപ്പിറവിക്കായി ലോകം ഒരുങ്ങുകയാണ്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ട് ആഗതമാവുന്ന ക്രിസ്മസ് ഏവർക്കും സന്തോഷ ദിനങ്ങളാണ്. എങ്ങും നക്ഷത്രങ്ങൾ, പുൽക്കൂടുകൾ, കരോൾ ഗാനങ്ങൾ, സമ്മാനവുമായി ക്രിസ്മസ് പാപ്പ, അങ്ങനെ ഏറെ വഴിവെടുത്താൻ തുടങ്ങിയിരിക്കുന്ന ആഘോഷങ്ങൾ. എങ്കിലും എന്റെ ഹൃദയത്തിൽ ഈ ആഘോഷങ്ങൾക്കിടയിൽ ദൈവപുത്രന്റെ പിറവി ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈശോയുടെ ജനനം ഒരു ഡിസംബർ 25 ഒതുക്കി നിർത്താതെ വർഷത്തിൽ 365 ദിവസം എനിക്ക് ഈശോയുടെ ജനനം ആഘോഷിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ സ്നേഹം നിഷേധിക്കപ്പെട്ടവരും സമൂഹം അവഗണിക്കപ്പെടുന്നവരും നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് അവരെയും ഓർക്കാം. ഇടയന്മാരുടെ ഇടയനായി കാലിത്തൊഴുത്തിൽ പിറന്ന ആ ദിവ്യസുതന്റെ സ്നേഹത്തണലിൽ ആയിരുന്നുകൊണ്ട് സംഘർഷങ്ങളും ദുഃഖങ്ങളും വീർപ്പുമുട്ടുന്ന ഇക്കാലത്ത് സമാധാനത്തിന്റെ കുളിർമ പകരാൻ സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് സങ്കുചിത ചിന്തകൾ ഉപേക്ഷിച്ച് നമുക്കുണ്ണി